യൂറോ കപ്പിൽ സ്പെയിന് വിജയത്തുടക്കം. ഇന്ന് ബെർലിനിൽ നടന്ന സൂപ്പർ പോരാട്ടത്തിൽ സ്പെയിൻ ക്രൊയേഷ്യയെ വീഴ്ത്തി. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സ്പെയിൻ്റെ വിജയം. ആദ്യ പകുതിയിൽ തന്നെ സ്പെയിൻ 3 ഗോളുകളും നേടി. തകർപ്പൻ പ്രകടനമാണ് ഇന്ന് സ്പെയിൻ പുറത്തെടുത്തത്. ഗോൾ മടക്കാൻ ക്രൊയേഷ്യ പരിശ്രമിച്ചെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്കായില്ല. മത്സരത്തിൻ്റെ 29-ാം മിനിറ്റിൽ ഫാബിയൻ റൂയിസിൻ്റെ പാസിൽ ക്യാപ്റ്റൻ മൊറാറ്റയിലൂടെ സ്പെയിൻ ആദ്യ ലീഡെടുത്തു. 3 മിനിറ്റിനകം പെഡ്രിയുടെ അസിസ്റ്റിൽ നിന്ന് ഫാബിയൻ റൂയിസും ഗോൾ കണ്ടെത്തി. ആദ്യ പകുതിയുടെ അവസാനം ലാമിൻ യമാലിൻ്റെ ക്രോസിൽ നിന്ന് കാർവഹാൽ സ്പെയിൻ്റെ 3ാം ഗോളും നേടി. കാർവഹാലിൻ്റെ സ്പെയിനായുള്ള ആദ്യ ഗോളായിരുന്നു ഇത്. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ താളം കണ്ടെത്തി. 80-ാം മിനിറ്റിൽ ക്രൊയേഷ്യയ്ക്ക് ഒരു പെനാൽറ്റി ലഭിച്ചുവെങ്കിലും കിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ പെറ്റ്കോവിച്ചിനായില്ല. പെറ്റ്കോവിച്ച് എടുത്ത പെനാൽറ്റി കിക്ക് ഗോളി തട്ടിത്തെറിപ്പിച്ചു. റീബൗണ്ടിൽ വന്ന പന്ത് പിടിച്ചെടുത്ത് പെരിസിച്ച് പെറ്റ്കോവിച്ചിന് നൽകുകയും താരം ഗോളടിക്കുകയും ചെയ്തെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ നിരസിച്ചു. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 54% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ക്രൊയേഷ്യയായിരുന്നു. 16 ഷോട്ടുകളാണ് ക്രൊയേഷ്യ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 518 പാസുകൾ 88% കൃത്യതയോടെ ക്രൊയേഷ്യ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 457 പാസുകൾ 83% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. ഇനി ജൂൺ 21-ന് ഇറ്റലിക്കെതിരായാണ് സ്പെയിൻ്റെ അടുത്ത മത്സരം. ക്രൊയേഷ്യ ജൂൺ 19-ന് അൽബേനിയയെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.